ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത് ഇഴുകി അഭിനയിക്കാതെ എന്താ ഇഴുകി അഭിനയിക്കാതെ രേണു വന്നതുകൊണ്ടും എന്റെ കൂടെ എടുക്കുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം. അവളെ അഗേൻസ്റ്റ് വന്ന നെഗറ്റീവ് ഓടുകൾ കൂട്ടമായി അവളെ ആക്രമിച്ചു, അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓടുകൾ വന്ന് അവരെ ആക്രമിച്ചു. ആ രണ്ട് പ്രതി ആക്രമണത്തിന് കീഴിൽ വീഡിയോ അടിച്ചു 7 മില്യൺ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലും രേണു എടുക്കാം ചേട്ടാ, നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പാട്ട് സീനുള്ള സംഗതികൾ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങിയ വീഡിയോസ്. അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവ് ഓഡിയോകൾ അടിച്ചു കയറി ഇവിടെ വരാൻ തുടങ്ങി. ബിഗ് ബോസ് വിളിച്ചാൽ പോകും. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. ഈ നിളാ നമ്പ്യാരെ രേണുസുതി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതിന്റെ പേരിലാണോ പുളിക്കടവിൽ ഈ ഒളിഞ്ഞു നോട്ടം? അത് ഒളിഞ്ഞു കാണുമ്പം വല്ലാത്തൊരു ഭംഗിയാ. നിളാ നമ്പ്യാരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. നിളാ നമ്പ്യാർ എന്ന വ്യക്തിക്ക് മോശമായി ഒരിക്കലും മോശം ആളൊന്നല്ല അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയുന്നു. നിളാ നമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തു. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ആക്ടർ അല്ല, സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ മാർക്കോന്റെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല.